Hello, welcome to my class. Today we are going to study Thevenin's theorems and some problems on it. ഈ Thevenin's theorem എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ്. ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിലെ റീപ്ലേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അത് മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. അതായത് ഒരു നെറ്റ്വർക്ക് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ നെറ്റ്വർക്കിനെ രണ്ട് ടെർമിനലിൽ നിന്നും നോക്കുമ്പോൾ ആ ടെർമിനൽ നോക്കുമ്പോൾ ആ ഫുൾ സർക്യൂട്ടിനെ ഒരു വോൾട്ടേജും ഒരു റെസിസ്റ്റൻസുമായി നമ്മൾക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും ആ ടെർമിനലിൽ നിന്നും. ഈ മാത്തമാറ്റിക്കൽ ടെക്നിക്കിനെയാണ് തെവനിൻസ് തിയറം എന്ന് പറയുന്നത്. ഉദാഹരണം, ഇവിടെ നമ്മൾക്ക് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന ടെർമിനലിൽ നിന്നും നമ്മൾക്ക് തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തെവനിൻസ് ഇക്വലന്റ് വോൾട്ടേജും തെവനിൻ ഇക്വലൻസ് റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമായി നമ്മൾ എന്ത് ചെയ്യണം? ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്തതിന് ശേഷം ആ ടെർമിനൽസ് അപ്പോൾ എന്തായി? ഓപ്പൺ സർക്യൂട്ടായി. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് നമ്മൾ കറണ്ടിനെ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഇവിടെ നമ്മൾക്ക് തെവനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി RL റിമൂവ് ചെയ്താൽ ബാക്കി എത്ര കറണ്ടാണോ R2ൽ പോകുന്നത് ആ കറണ്ടിനെ R2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കിട്ടും. അതിനാണ് തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ബാറ്ററി റിമൂവ് ചെയ്തു, ആ സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്തു, അതിനെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് റിപ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് ആണുള്ളത്. ഒന്ന് R2, അതുപോലെ R1+R എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റൻസ് ആണ്. അവ രണ്ടുപേരും പാരലലാണ്. അപ്പോൾ ആ പാരലൽ റെസിസ്റ്റൻസിൻ്റെ നെറ്റ് റെസിസ്റ്റൻസ് ആണ് തെവനിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട് കിട്ടി. തെവനിൻ സോഴ്സും തെവനിൻ റെസിസ്റ്റൻസും സീരീസിൽ കണക്ട് ചെയ്തു. അതിന് പാരലലായി ഓപ്പൺ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഇനി ഈ തെവനിൻസ് തിയറം ഉപയോഗിക്കുന്ന പ്രോബ്ലംസ് നമുക്ക് കാണാം. തെവനൈസ് ചെയ്യുന്ന സ്റ്റെപ്സുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒന്നാമതായി നമ്മൾ ടെമ്പററി റിമൂവ് ദ ലോഡ് റെസിസ്റ്റൻസ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക, എന്നിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് എൻ്റയർ നെറ്റ്വർക്കിനെ തെവനിൻ സോഴ്സും തെവനിൻ റെസിസ്റ്റൻസുമായി റീപ്ലേസ് ചെയ്യുക, വീണ്ടും ലോഡ് റെസിസ്റ്റൻസ് തിരിച്ച് കണക്ട് ചെയ്യുക, അതിനുശേഷം കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് കറണ്ട് Thevenin's voltage divided by Thevenin resistance plus load resistance. Now come to the first problem. ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിലെ നിങ്ങൾ തെവനിൻസ് ഇക്വലന്റ് സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് VAB എന്ന് പറയുന്ന സ്ഥലത്തെ ടെർമിനലിലെ വോൾട്ടേജ് കണ്ടുപിടിക്കണം. സോ ഇപ്പോൾ രണ്ട് വോൾട്ടേജ് സോഴ്സാണ് തന്നിട്ടുള്ളത്. ആ രണ്ട് വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് ആണ്. അപ്പോൾ ബാക്ക് ടു ബാക്ക് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യണം. 15 - 10 = 5 വോൾട്ട്. ടോട്ടൽ റെസിസ്റ്റൻസ് 12 ohms ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5/12 = 12 ആംപിയർ. ആ 12 ആംപിയർ കറണ്ട് 4 ohmsന് അഗേൻസ്റ്റ് ആയിട്ട് 4 × 5/12 ദാറ്റ് ഈസ് 5/3 വോൾട്ട്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എത്രയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് വോൾട്ടേജ് ദാറ്റ് ഈസ് 10 + 5/3. അതാണ് 10 വോൾട്ട് യഥാർത്ഥത്തിൽ അവിടെ കാണുന്നുണ്ട്, പ്ലസ് 4 വോൾട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് 5/3. അപ്പോൾ 10 + 5/3 35/3 ആണ് ഈ AB എന്ന് പറയുന്ന സർക്യൂട്ടിൻ്റെ ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അടുത്തതായി തെവനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി വി വിൽ റീപ്ലേസ് 2 വോൾട്ടേജ് സോഴ്സസ് ബൈ ദ ഷോർട്ട് സർക്യൂട്ട്. ഇവിടെ രണ്ട് വോൾട്ടേജ് സോഴ്സുകൾക്കും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ആ രണ്ട് വോൾട്ടേജ് സോഴ്സുകൾ, അതായത് രണ്ട് ബാറ്ററിയെയും വെറും ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന
നെറ്റ് റെസിസ്റ്റൻസ് ആണ് തെവനിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് 8 ഓമും 4 ഓമും പാരലാണ്. 8 × 4 = 8 + 4, 8 × 4 32/12, അതാണ് 8/3 ohms. That is the Thevenin resistance. So come to the next problem. We have a circuit 2.130a. നമ്മൾക്ക് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിൻ്റെ തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് കണ്ടുപിടിക്കുക. I apply this Thevenin's theorem to calculate the current through the 4 ohm resistor of the circuit. ഇവിടെ നമ്മൾക്ക് ഒരു 4 ohms റെസിസ്റ്റൻസ് ഉണ്ട്. ആ 4 ohmസിലേക്കുള്ള കറണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ 4 ohmസിലെ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതാണ് ലോഡ് എന്ന് നമ്മൾ സങ്കല്പിച്ചു. അതിനുശേഷം ആ ലോഡിന് താൽക്കാലികമായി റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടായി. അതിനുശേഷം ആ 2 ടെർമിനലിലെ വോൾട്ടേജും 2 ടെർമിനൽ അഗൈൻസ്റ്റിലെ കറണ്ട് റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. അതിനാണ് തെവനിൻസ് വോൾട്ടേജും തെവനിൻസ് റെസിസ്റ്റൻസും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ ഈ സർക്യൂട്ടിൽ നോക്കിയാൽ മനസ്സിലാവും 4 ohms ഒഴിവാക്കിയ ബാക്കിയുള്ളത് 10ഉം 5ഉം പാരലലാണ്. പിന്നെ ഒരു 15 വോൾട്ടും 6 വോൾട്ടും ആണുള്ളത്. ഓക്കെ, അപ്പോൾ potential drop across 5 ohms can be found by voltage divider rule, that is 15 × 5/5 + 10. 15 × 5/5 + 10 എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആൻസർ 5 വോൾട്ട് ആണ്. സോ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾക്ക് തെവനിൻസ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾക്ക് ഇവിടെ RAB എന്ന് പറയുന്നത് RACക്ക് തുല്യമാണ്. ഇവിടെ സർക്യൂട്ട് നോക്കിയാൽ അവിടെ 5 ohmസും 10 ohmസും പാരലലാണ്. 5 × 10/5 + 10, that is 10/3. സോ ടോട്ടൽ വോൾട്ടേജ് നോക്കാം. -6 + 5. -6 എന്ന് പറയുമ്പോൾ ഈ 2 ബാറ്ററികളും ബാക്ക് ടു ബാക്ക് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വോൾട്ടേജ് EMF സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ 6 - 1 -6 + 5 -1 വോൾട്ട് ആണുള്ളത്. ഇനി അടുത്തതായിട്ട് തെവനിൻസ് കറണ്ട് ഈസ് തെവനിൻസ് വോൾട്ടേജ് ബൈ ലോഡ് റെസിസ്റ്റൻസ് പ്ലസ് തെവനിൻ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 1/10/3 + 4, that is 0.136 amperes. So next question is, with reference to the network 2.132a, we have a circuit again. Apply Thevenin's theorem and find the equivalent EMF of the network when viewed from terminals A and B. The equivalent resistance of the network when looked into from terminals A and B. Current in the load resistance RL of 15 ohms. See, the question is ഇവിടെ equivalent EMF of the network from viewed from A and B. തെവനിൻസ് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി തെവനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. Then current in the load resistance 15 ohms. So first step is remove the load resistance. So voltage across the terminals is current into resistance. 1.5 is the current. So total 24/3 + 12. So that is voltage is 12 × 1.5, that is 18 volt. So now the second question is find the Thevenin resistance. So now for finding the Thevenin resistance, remove the battery and connect it by the internal resistance. There is no internal resistance, so there is a short circuit. So that means the remaining resistance is 12 × 4/12 + 4, that is 12 parallel 4. So the answer is 3 ohms. So 3 ohms is a Thevenin's resistance. Now you connect the load resistance back to that circuit. ഇപ്പോൾ നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും തെവനിൻസ് വോൾട്ടേജും തെവനിൻസ് റെസിസ്റ്റൻസിൻ്റെ കൂടെ അത് രണ്ട് സീരീസ് ആണ്. അതിന് പാരലായിട്ട് 15 ohms കണക്ട് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് എത്രയായിരിക്കും? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് 18/15 + 3, that is 18/18, that is 1 ampere.
Okay, next question is, you have a circuit 2.133a. Use Thevenin's theorem, calculate the current flowing through the 4 ohm resistor. ഇവിടെ ഒരു സർക്യൂട്ടിൽ 4 ഓംസിലെ റെസിസ്റ്റൻസ് കറണ്ട് കണ്ടുപിടിക്കുക. ആദ്യമായി 4 ഓം റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് എത്ര വോൾട്ടേജ് കിട്ടും നോക്കാം. So when I remove the 4 ohms, I get a circuit like B. So it has a voltage source and a current source. So 10 ampere is the current source that passes through the 2 ohm resistor. So the drop is 20 volt. So that means VB is 20. Now we have the two resistors, 3 and 6 are in series across the 12 volt battery. Therefore the drop across the 6 ohm is current into resistance. Current is 12 by 3 plus 6, that into resistance 6, that is 8 volt. So the voltage at A is 8 and voltage at B is 20 volt. So the Thevenin voltage is VB minus VA, that is 20 minus 8, that is 12 volt. Okay, so we got the Thevenin voltage. Now how to find the Thevenin resistance? So what we will do is, we replace the voltage and current source by the resistances. Again, the voltage source has no internal resistance. So current source should be removed and replaced by an open circuit. So that means the ideal current source is an open circuit. So in that case, the circuit will become like the third C. So now the resistance is 6 parallel 3 plus 2 in series. So that is 4 ohms. Then the Thevenin's equivalent resistance consists of 12 volt and a 4 ohm series resistor. When 4 ohm resistor is connected across terminals A and B, so that becomes I is equal to 12 by 4 plus 4, that is 1.5 amperes from B to A. So now the next question. We are given a circuit 2.135A, calculate the current. So here you see here, the circuit consists of two voltage sources, that is 20 volt and 12 volt. So the 10 ohm is the output load resistance. So when I remove this 10 ohms, what is the total voltage? So first of all, the total voltage is found by the adding the batteries. So the first is, you have to add the two voltages. One is the 12 volt and the 8 volt. So the total is minus 12 volt because they are connected back to back. അടുത്തതായിട്ട് റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസിലെ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കുക. 20 into 2 by 7, so that is 5.7 volt. അപ്പോൾ ഈ രണ്ട് വോൾട്ടേജും കൂടെ കൂട്ടിയാൽ 5.7 minus 12, that is minus 6.2. So that is the total voltage, Thevenin's voltage. The Thevenin's resistance is 8 plus 2 parallel 5. So 2 is parallel with 5, 2 into 5 by 2 plus 5. So that is in series with 8 ohms. That is the total resistance. ഇനി നമ്മൾക്ക് കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കാൻ the current is equal to Thevenin's voltage 6.2 by Thevenin's resistance plus load resistance. So that is 0.32 amperes. So that comes to the end of this class. Thank you.